തൻ്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടന്നുവരുന്ന ദുഷ്ചിന്തകൾ, വിപരീത ചിന്തകൾ, ആകുലതകൾ ഇവയൊന്നും അവരെ ബാധിക്കാതെയായി. ശാന്താകാരനും ആർദ്രസ്മിതത്തോടുകൂടിയവനുമായ ഭഗവാൻ ഉള്ളിൽ തെളിഞ്ഞു വിളങ്ങി തുടങ്ങിയാൽ പിന്നെ മനസ്സിൽ എന്തുത്കണ്ഠകൾ, എന്ത് നെഗറ്റീവ് ചിന്തകൾ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമസ്കാരം. ദക്ഷിണയിലേക്ക് സ്വാഗതം. രണ്ടുപേരുടെ ഏകാദശി അനുഭവങ്ങൾ, ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ അവർക്ക് കൈവന്ന അതിശയകരമായ അനുഭവങ്ങൾ, ഇവയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ജീവിതത്തിനും പ്രത്യക്ഷമായ ഫലം നൽകുന്നതാണ് ഏകാദശി വ്രതാനുഷ്ഠാനം. അത് എത്രയെത്രയോ പേരുടെ അനുഭവമാണ്. ഏകാദശിയെക്കുറിച്ച് ഒരു മുഖവുരയുടെ ആവശ്യമേ ഇല്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ആദ്യത്തേത് ഒരു വീട്ടമ്മയുടെ അനുഭവമാണ്. സാധാരണക്കാരിയായ ഒരാൾ, ഭർത്താവ്, 2 കുട്ടികൾ. അമിതമായ ഉത്കണ്ഠ, അകാരണമായ ആകുലതകൾ എന്നിവയായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം. എപ്പോഴും ഉത്കണ്ഠ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അവരെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കും. പതിവായി കാണുന്ന ഒരു പരിചയക്കാരി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഒരു ദിവസം കണ്ടിട്ട് ചിരിച്ചില്ല എന്ന് കരുതുക. അവരുടെ അന്നത്തെ ദിവസം അസ്വസ്ഥമാകാൻ അതുമതി. ഇത് ഒരു ഉദാഹരണമായി പറഞ്ഞുവെന്നേ ഉള്ളൂ. എപ്പോഴും വിപരീത ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, അതായിരുന്നു അവരുടെ പ്രശ്നം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ദുരന്തങ്ങളോ സംഭവിക്കാൻ പോകുന്നു എന്ന ഭയം. ഏതെങ്കിലും ജ്യോത്സ്യൻ സമയദോഷമുണ്ടെന്നോ മറ്റോ പറഞ്ഞാൽ പിന്നെ ഉത്കണ്ഠയായി, പരിഹാരകർമ്മങ്ങളായി, പൂജകളായി, വഴിപാടുകളായി. പല രാത്രികളിലും സ്വസ്ഥമായി സുഖമായി ഉറങ്ങാറില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകും. കാരണമെന്തെന്ന് അവർക്ക് തന്നെ അറിയില്ല. ജപവും പ്രാർത്ഥനയും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ അവയൊന്നും കൃത്യമായും തുടർച്ചയായും ചെയ്യാൻ പറ്റാറില്ല. പലപ്പോഴും മുടങ്ങും, അല്ലെങ്കിൽ മാറ്റിവെക്കും. എത്രമാത്രം പ്രാർത്ഥനയിലും മറ്റും ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചാലും വിപരീത ചിന്തകളും അസ്വസ്ഥതകളും കടന്നുവരും. അവരുടെ സ്ഥായിയായ ഭാവം ഉത്കണ്ഠയുടെയും ആകുലതകളുടെയും ഒക്കെ ആയിരുന്നു. ഈ അടിസ്ഥാന പ്രശ്നം മാറാതെ അവരുടെ ജീവിതം മാറില്ല എന്നത് ഉറപ്പായിരുന്നു. ജീവിതം പ്രസാദപൂർണമാകില്ല എന്നത് ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഏകാദശി അനുഷ്ഠിക്കാൻ ആരോ ഒരാൾ അവരോട് പറയുന്നത്. അതാരായാലും ആ വീട്ടമ്മയുടെ ജീവിതത്തിലെ വളരെ ശുഭകരമായൊരു സമയവും ഉപദേശവുമായിരുന്നു അത്. ആ ഉപദേശം അവർ സ്വീകരിച്ചു. ഏകാദശി അനുഷ്ഠിച്ചു തുടങ്ങി. ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിയുള്ള കഠിനമായ വ്രതമൊന്നും അവർ അനുഷ്ഠിച്ചില്ല. ഒരു നേരം പഴവർഗ്ഗങ്ങൾ, അങ്ങനെയായിരുന്നു അനുഷ്ഠാനം. വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവ്വം ജപിക്കുന്നതും ശീലമാക്കി. ക്രമേണ അത്ഭുതകരമായ മാറ്റങ്ങളാണ് അവരുടെ മനോഘടനയ്ക്ക് ഉണ്ടായത്. അവരുടെ മനസ്സ് ക്രമേണ ശാന്തമായി, പ്രസാദപൂർണമായി. തൻ്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടന്നുവരുന്ന ദുഷ്ചിന്തകൾ, വിപരീത ചിന്തകൾ, ആകുലതകൾ ഇവയൊന്നും അവരെ ബാധിക്കാതെയായി. ശാന്താകാരനും ആർദ്രസ്മിതത്തോടുകൂടിയവനുമായ ഭഗവാൻ ഉള്ളിൽ തെളിഞ്ഞു വിളങ്ങി തുടങ്ങിയാൽ പിന്നെ മനസ്സിൽ എന്തുത്കണ്ഠകൾ, എന്ത് നെഗറ്റീവ് ചിന്തകൾ. ഇപ്പോൾ എന്തിനേയും ഒരു പുഞ്ചിരിയോടെ ശാന്തമായി സൗമ്യമായി നേരിടാനുള്ള മനോഭാവം അവർ നേടിയെടുത്തു. ചെടികളെ പരിപാലിക്കുകയും ചെടികൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു നഴ്സറി അവർ തുടങ്ങി. അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ പ്രസാദപൂർണമായി.
ഏകാദശി വ്രതവും വിഷ്ണു സഹസ്രനാമവും ഭഗവാന് മുടങ്ങാതെ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന തുളസിമാലയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇനി രണ്ടാമത്തെ അനുഭവത്തിലേക്ക് വരാം. ചിലരുടെ അടുത്തെത്തുമ്പോൾ, അടുത്തിരിക്കുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സ് ശാന്തവും സൗമ്യവുമാകും. എത്രയൊക്കെ സങ്കടങ്ങളും അസ്വസ്ഥതകളും ഉണ്ടെങ്കിലും അവരുടെ സാന്നിധ്യം ആശ്വാസകരമായി അനുഭവപ്പെടും. അത്തരത്തിൽ ഒരാളിൻ്റെ ഏകാദശി അനുഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ജയിലിൽ കിടന്ന് ഏകാദശി വ്രതം അനുഷ്ഠിച്ച ഒരാളിൻ്റെ അനുഭവം. അടിയന്തരാവസ്ഥക്കാലം. അക്കാലത്ത് ഒരു സംഘടനയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചെറുപ്പമാണ്. ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് സംഭവം. അവിടെ അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടു. കുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ ഒന്നുമല്ല അറസ്റ്റ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിൽ കരുതൽ തടങ്കൽ. നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകളുണ്ടായിരുന്നു. ജയിൽ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് ആ അസ്വസ്ഥതകൾ അധികരിച്ചു. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിയുള്ള ജയിൽ ജീവിതം. കൃത്യമായ ഫലപ്രദമായ ചികിത്സകളും ജയിലിനുള്ളിൽ ലഭിച്ചിരിക്കില്ല. അങ്ങനെയിരിക്കെ ആരോ നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹം ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ആദ്യം കഠിനവ്രതം തന്നെയാണ് അനുഷ്ഠിച്ചത്. അതെ, നിർജ്ജല ഏകാദശി തന്നെ അദ്ദേഹം അനുഷ്ഠിച്ചു. ഭക്ഷണവും ജലപാനം തന്നെ ഉപേക്ഷിച്ചു. രാത്രി മാത്രം ഇത്തിരി ജലം. അങ്ങനെ തുടർച്ചയായി അദ്ദേഹം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. ഏതാണ്ട് 15 മാസങ്ങളോളമായിരുന്നു ജയിൽവാസം. അക്കാലത്ത് മുടങ്ങാതെ തന്നെ ഏകാദശി അനുഷ്ഠിക്കാൻ ഭഗവത് അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൻ്റെ ഫലവും അതിശയകരമായിരുന്നു. അദ്ദേഹം ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഉദരപ്രശ്നങ്ങൾ പരിപൂർണമായി മാറി. ഭക്ഷണം മിതവും സൗമ്യവും സാത്വികവുമായി മാറി. മനസ്സും ജീവിതവും സൗമ്യവും സാത്വികവുമായി മാറി. പിന്നീട് കലാലയാധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം വിവിധ കോളേജുകളിൽ പ്രശസ്തമായ നിലയിൽ ജോലി ചെയ്തു. ഇന്ന് ജീവിത സായാഹ്നത്തിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാത്വികമായ ജീവിതം അദ്ദേഹം നയിക്കുന്നു. ഗുരുക്കന്മാരുടെയും ഗുരുവായാണ് ഇന്ന് അദ്ദേഹത്തെ ശിഷ്യന്മാർ ആദരവോടെ കാണുന്നത്. സംശയനിവൃത്തിക്കായി ഇപ്പോഴും ശിഷ്യന്മാർ അദ്ദേഹത്തെ സമീപിക്കുന്നു. പ്രശസ്തിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ടുകൂടിയാണ് സ്വകാര്യത മാനിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാത്തത്. 2 അനുഭവങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചു. പ്രത്യക്ഷമായ 2 അനുഭവങ്ങൾ. വർഷത്തിൽ 365 ദിവസവും 3, 4, 5 നേരം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ ആർത്തിയോടെ ഭക്ഷിച്ച് മനസ്സും ശരീരവും ജീവിതവും അസ്വസ്ഥമാക്കുന്ന അവസ്ഥയാണ് ഇന്ന് പൊതുവെ ഉള്ളത്. അതിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ, മിതവും ഹിതവുമായ ഭക്ഷണരീതി പിന്തുടരുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാവുകയുള്ളൂ, പ്രസാദപൂർണമാവുകയുള്ളൂ. അങ്ങനെയുള്ള മനസ്സുകളിലും ജീവിതങ്ങളിലും മാത്രമേ ഈശ്വരൻ കുടികൊള്ളുകയുള്ളൂ. ആ ഒരു മാറ്റമാണ് ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ കൈവരിക. ആർത്തികളും ആകുലതകളും ആവലാതികളുമൊക്കെ അടങ്ങി ഭഗവാന്റെ മനോഹരമായ പുഞ്ചിരി പോലെ ജീവിതവും മനോഹരമാകും. നന്ദി, നമസ്കാരം.